നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ സാധാരണ മുഖ്യമന്ത്രി ചർച്ചകൾ 10 ദിവസം ഉണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഇനി മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത അടി മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടിയാണ്. അതും ഒരു 10-15 ദിവസം പോകും എന്ന് വ്യാപകമായി പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പോയകാല കീഴ്വഴക്കം വെച്ച് തന്നെയാണ് അവർ പറഞ്ഞത്. അതൊന്നും സംഭവിക്കുന്നില്ല. വളരെ വേഗം ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പറയുന്ന പോലെ നാളെ വൈകിട്ട് തന്നെ ഗവർണർക്ക് മന്ത്രിപ്പട്ടിക കൈമാറാൻ കഴിയും എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. മറ്റന്നാൾ എല്ലാ മന്ത്രിമാരും, ഇപ്പോൾ മെനിഞ്ഞാന്ന് മുഖ്യമന്ത്രി ആയതേ ഉള്ളൂ, മറ്റന്നാൾ എല്ലാ മന്ത്രിസഭയും അധികാരത്തിലേക്ക് എത്തുകയാണ്. അത് നടാടെയാണ്, ഒരുപക്ഷെ നടാടെയാണ് സെയ്ദ്. നടാടെയാണ് എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വേഗം തീരുമാനമെടുക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്, UDF ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചിന്താഗതിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ഇനി ഇതിനുമേൽ തർക്കിച്ചുകൊള്ളും, ഇതിനുമേൽ ചർച്ച ചെയ്തുകൊള്ളും എന്നൊക്കെ പറയുന്നത്. ആ കാലമൊക്കെ പോയി വളരെ ബലിജറൻ്റായ, വളരെ യുദ്ധസന്നദ്ധരായ പോരാളികളുടെ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും സതീഷിനെ പോലെ വൈബ്രൻ്റായ ഒരാൾ നയിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം നല്ല നിലയ്ക്ക് നടക്കുന്നു. ലീഗിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ മതി. അത് കുറച്ചുകൂടി അവർക്ക് UDFിൻ്റെ കാര്യത്തിൽ എളുപ്പമാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യമായിരുന്നു ഒരു കീറാമുട്ടിയായി നിന്നിരുന്നത്. എന്നാൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തോടെ ആ പ്രശ്നവും അവസാനിക്കുകയാണ്. പിന്നെയുള്ളത് രമേശ് ചെന്നിത്തല തന്നെ മുന്നോട്ട് വെക്കുന്ന അൻവർ സാദത്തിനെ മന്ത്രിയാക്കണം, അൻവർ സാദത്തിനെ മൈസി ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ്. അതിൽ അൻവർ സാദത്തിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന സാമുദായിക ബാലൻസിംഗിൽ പ്രശ്നമുണ്ടാവുമോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന് മന്ത്രിസഭയിലേക്ക് വരാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അതിലൊക്കെ ഉപരി ഇനി അൻവർ സാദത്തിനോട് മന്ത്രിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ ഒരു മന്ത്രിമാരെ കുറയ്ക്കേണ്ടി വരും. അതിനെന്തായാലും ലീഗ് തയ്യാറാവും തോന്നുന്നില്ല. കാര്യം അവരും ഈ പറയുന്നത് പോലെ നേരത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തിളക്കമാർന്ന വിജയത്തിൽ അവരുടെയും കൃത്യമായ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് 5 മന്ത്രിമാർ എന്ന നിലയ്ക്ക് അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ മേഖല എങ്ങനെ പരിഹരിക്കാനാണ് ആലോചന, ശ്രീജിത്ത്? ഹാഷ്മി, നമ്മൾ നൽകുന്ന ഒരു തെറ്റായ ചിത്രം എന്ന് പറയുന്നത് അൻവർ സാദത്തോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാവ് മന്ത്രിയായാൽ അത് സന്തുലനത്തെ ബാധിക്കും അല്ലെങ്കിൽ ലീഗിനെ അലോസരപ്പെടുത്തും എന്നൊക്കെയാണ്. അത് തീർത്തും തെറ്റായ വസ്തുതയാണ്. കാരണം ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം നാമധാരിയായ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാവുക ഉറപ്പാണ്. കാരണം കോൺഗ്രസ് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പാർട്ടിയല്ല, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിനും പരിഗണന നൽകുന്ന പാർട്ടിയാണ്. 2011, 2011, 2016 കാലത്ത് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോഴാണ് ലീഗിന് 5 മന്ത്രിമാരുണ്ടായിരുന്നത്. അതുകൊണ്ട് ലീഗിന് 5 മന്ത്രിമാരുണ്ട് എന്ന് കരുതി കോൺഗ്രസിൽ നിന്ന് സിദ്ദിഖോ അൻവർ സാദത്തോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ മന്ത്രിയാവുന്നതിന് ഒരു തടസ്സവുമില്ല. അല്പം മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പൂർണ്ണ ടൈമിലേക്ക് വിജയിച്ചു വന്ന നേതാവാണ്. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം അദ്ദേഹം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉള്ളത് ഏതെങ്കിലും തരത്തിൽ അൻവർ സാദത്തിനോ ആര്യാടൻ ഷൗക്കത്തിനോ അല്ലെങ്കിൽ ടി സിദ്ദിഖിനോ തടസ്സമല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം തീർത്തും അസംബന്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.